ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ തസ്നി. വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പുത്തൻ സീരീസ് ആയിട്ടാണ് കേട്ടോ. സ്വേർഡ് ആൻഡ് ഫെയറി ഫോർ, ഇതാണ് നമ്മുടെ സീരീസിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ സീരീസ് ഫുൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എല്ലാ എപ്പിസോഡും വിടാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലോട്ട് പോയാലോ. അപ്പോൾ ഈ സ്റ്റോറീൻ്റെ തുടക്കം തന്നെ ഒരു മാജിക്കൽ വേൾഡ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു ഫ്ലാഷ് ബാക്കോട് കൂടിയാണ് കേട്ടോ തുടങ്ങുന്നത്. ഇതിനകത്തെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്കും അതുപോലെ പുറത്തു നിന്ന് കുറച്ച് ആൾക്കാരും തമ്മിലുള്ള ഫൈറ്റിംഗ് സീനൊക്കെയാണ്. അവർ തമ്മിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെയാണ് കഥയിൽ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. ഇതിനെ കാണിക്കുന്നുണ്ട് എന്തോ ഭൂമിയിലേക്ക് ഒരുപാട് പവേഴ്സൊക്കെ വീഴുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പവേഴ്സുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഷിങ്വ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവരെല്ലാവരെയും ഈ ഫൈറ്റേഴ്സിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഫൈറ്റിംഗ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ രണ്ടുപേരെ കാണിക്കുന്നുണ്ട്. അവരുടെ കൈകളിൽ രണ്ട് പവേഴ്സുള്ള വാളുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ പെൺകുട്ടിയുടെ പേരാണ് സൂയു. സൂയുവിൻ്റെ കൈയിലുള്ള വാളിൻ്റെ പേരാണ് വാങ്ഷു എന്ന് പറയുന്നത്. അതുപോലെ ആ ആൺകുട്ടിയുടെ പേരാണ് ഷുവാൻ. ഷുവാൻ്റെ വാളാണ് ഷീഹെ. അപ്പോൾ ഈ രണ്ട് പേരുടെ വാളുകൾ ഉപയോഗിച്ചാൽ മാത്രമേ പവേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പവേഴ്സ് കൊണ്ട് മാത്രമാണ് മറ്റുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഇവർക്ക് ഇവരുടെ സ്ഥലത്ത് രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവരങ്ങനെ ആ ഒരു വാളുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ പവർ ഉപയോഗിച്ച് അവർ രക്ഷിക്കുന്നതിനിടയ്ക്ക് നമ്മൾ സോയുവിന് പെട്ടെന്ന് അവളുടെ വാള് കയ്യിൽ നിന്ന് പോയിട്ട് അവളുടെ പവർ നഷ്ടപ്പെട്ട് അവൾ താഴേക്ക് വീഴുന്ന കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവർ രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പവേഴ്സ് ഉണ്ടാവുള്ളൂ. ആ സമയത്ത് തന്നെ നമ്മുടെ ചെക്കനും പെട്ടെന്ന് അവൻ്റെ പവേഴ്സൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവനും താഴേക്ക് വീഴുന്ന പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ കഥ പറയുന്നത് നമ്മുടെ ടിയാൻഷിയാണ് കേട്ടോ. ടിയാൻഷി പറയുന്നുണ്ട് സൂയു ആണ് അവരുടെ മാസ്റ്റർ. ബട്ട് സൂയു പോയതിന് ശേഷം വാങ്ഷു എന്ന് പറയുന്ന ആ ഒരു വാള് കാണാതെയായി. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അത് മറഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരിവിടെ ജീവിക്കുന്നത് പോലും ആർക്കും തന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ സ്റ്റോറിയാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ ഒരു കുട്ടിക്കാലം കാണിക്കുന്നത്. ഹീറോൻ്റെ പേരാണ് ടിയാൻ. ടിയാൻ്റെ അച്ഛൻ്റെ പേരാണ് ടിയാൻഷി. ടിയാൻഷിയുടെ മകനാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. അപ്പോൾ ഹീറോ ഇങ്ങനെ മരത്തുമൊക്കെ ചാടി പറന്നൊക്കെ നടക്കുന്നതാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത് ഒരു പന്നീൻ്റെ പോലെ ഫേസൊക്കെ ഉള്ള ഒരാളെ കാണിക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു പന്നിക്കുട്ടീനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ആളെ പോലെ നിൽക്കുന്നതിനെ വലിയ പന്നീന്നും ചെറുതിനെ ചെറിയ പന്നീന്നാണ് കേട്ടോ അത് വിളിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ ആ വലിയ പന്നീനെ കല്ലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ മേളിൽ ചാടി പറന്നിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ്റെ അച്ഛൻ വേഗം വന്ന് അവനെ പറന്ന് വന്ന് ക്യാച്ച് ചെയ്യുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പവർ കിട്ടിയത്, എങ്ങനെയാണ് എന്നെ പിടിക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛനാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ദേഷ്യത്തോടെ വന്നിട്ട് അവനെ ഞാൻ താഴത്തേക്ക് ഇട്ടിട്ട് പറയുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ലോകം ഇത് തന്നെയുള്ളൂ, പുറത്തേക്കൊരു ലോകമല്ല, നീ ഇനി ഇങ്ങോട്ട് പോരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ ടിയാനെ വഴക്ക് പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ശക്തി കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദേഷ്യപ്പെട്ടിരുന്ന അച്ഛൻ പെട്ടെന്ന് ചിരിച്ചിട്ട് എന്തോ ഒരു പറവേൻ്റെ തൂവലൊക്കെ എടുത്തിട്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ ടച്ച് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പയ്യനെ കാണിക്കുന്നത് അവൻ വലിയൊരു പയ്യനായിട്ടുള്ള കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ എന്താണ് സ്വപ്നം കണ്ടതായിരിക്കും. അവൻ നെട്ട് എണീക്കുമ്പോഴത്തേക്കും ആ ചെറിയൊരു പന്നിക്കുട്ടി ഇങ്ങനെ തൂവൽ വെച്ചിട്ട് അവൻ്റെ മുഖത്ത് ഇങ്ങനെ ഉരക്കിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനെ ദേഷ്യം വന്നിട്ട് ടിയാൻ പറയും നിന്നെ ഞാൻ ഇന്ന് കറി വെച്ച് ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടിയാൻ ആ ചെറിയ പന്നീനെ ഉപദ്രവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താണ് ചെറിയ പന്നീനെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ വലിയ പന്നി നോക്കിക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ വലിയ പന്നിയും പിന്നെ നമ്മുടെ ടിയാനും കൂടിയുള്ള ഫൈറ്റിംഗ് സീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫൈറ്റ് ചെയ്തൊരു എന്താ പറയുക ഒരു കൂടിൻ്റെ മേലെ വന്നിരിക്കുമ്പോഴത്തേക്ക് അവിടെ കുറേ എഗ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ എഗ്ഗൊക്കെ അവൻ സേവ് ചെയ്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആ എഗ്ഗ് കൂട്ടിൽ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യും നമ്മുടെ വലിയ പന്നിയായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഒരു പെൺകുട്ടീനെ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോയിൻ്റെ പേരാണ് ലിങ്ഷ. അപ്പം നമ്മുടെ ലിങ്ഷയാണെന്നുണ്ടെങ്കിൽ എന്താണ് വലിയൊരു ശക്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മല കയറിയേക്കുന്നത് നമുക്ക് എന്താണ് കുറച്ച് പവർ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മല കയറി വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിലായിരിക്കും നമ്മുടെ ഹീറോ ആ വലിയൊരു പന്നിയായിട്ട് ഇങ്ങനെ എന്താണ് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള അമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആ വലിയ പന്നീനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴത്തേക്കും വലിയ പന്നിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു ബോൾ രൂപത്തിലായിട്ട് ഉരുണ്ടു പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ടിയാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ നിന്നെ പിടിക്കാൻ വരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ നമ്മുടെ ഹീറോയിൻ ആ പാറ കയറി ലാസ്റ്റ് നമ്മുടെ ഹീറോൻ്റെ കാലിൻ്റെ അവിടെ വന്ന് എത്തിട്ടോ.
ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ലിൻഷനെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലിൻഷനെ കാണുന്നുണ്ട്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവനാകെ കിളി പോകും. ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണോ എന്നുള്ള രീതിയിൽ അവനാകെ കിളി പോയിട്ട് അവളെ തന്നെ നോക്കി കാണും. എന്നിട്ട് എന്താണ് നമ്മുടെ ആ പെങ്കൊച്ച് പറയുന്നത്, എടാ നീ എന്നെ നോക്കി നിൽക്കല്ലേ, എന്നെ ഒന്ന് പിടിച്ച് കയറ്റുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോനോട് ഇവൻ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇവൻ വിചാരിക്കും ആ വലിയ പന്നി ഒരു പെണ്ണായിട്ട് വന്നതാവുന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ മുഖത്ത് പിടിച്ചിട്ട് പറയും, ആ നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പെണ്ണിൻ്റെ രൂപത്തിൽ വന്നതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പേടിച്ചു പോകും. പെങ്കൊച്ച് പേടിച്ചിട്ട് പെട്ടെന്ന് കാല് തെറ്റിയിട്ട് താഴേക്ക് വീഴുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവളൊരു വള്ളിയിൽ പിടിച്ചിട്ട് അവൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പിന്നെയും അവളിങ്ങനെ മല കയറുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ആ തൂലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണോ എന്നുള്ള രീതിയിൽ അവൻ ആ പെണ്ണിനെ പറ്റി തന്നെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ആ ചെറിയ പന്നി വരുന്നുണ്ട് കേട്ടോ. എടാ എൻ്റെ അച്ഛൻ എവിടെയെന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, ആ നിൻ്റെ അച്ഛനൊരു പെണ്ണായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നിൻ്റെ അച്ഛന് ബുദ്ധിശാലിയാണെന്ന് എനിക്ക് മനസ്സിലായി, നിൻ്റെ അച്ഛൻ്റെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, എന്താണ് നിന്നെ ഞാൻ എന്തായാലും ഫ്രൈ ചെയ്ത് കൊല്ലൂടാന്നൊക്കെ പറഞ്ഞിട്ട് ആ പന്നീനെ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെക്കൻ അവൻ്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതായത് അച്ഛനോട് ഇങ്ങനെ ചോദിക്കുന്നത്, അച്ഛൻ എന്നോട് ദേഷ്യമാണോ, എന്തുകൊണ്ട് എന്നോടൊന്നും മിണ്ടാത്തത്, ഞാൻ 3 വരെ എണ്ണും, ഈ അച്ഛൻ മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന് 1 2 3 എന്ന് പറഞ്ഞ് എണ്ണുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു റിപ്ലൈ ഉണ്ടാവില്ല. പെട്ടെന്ന് കാണിക്കുന്നത് വെച്ചാൽ ഒരു പലകയും കുറേ ചന്ദനത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ടിയാൻ്റെ അച്ഛൻ മരിച്ചു പോയി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ പന്നിയാണെന്നുണ്ടെങ്കിൽ പറയും, നിനക്ക് എന്താടാ വട്ടാണോ മരിച്ചുപോയ ആളോട് സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ടിയാനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പന്നിക്കുട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുമ്പോൾ, നീ എൻ്റെ അച്ഛനെ പറ്റി ഒന്നും പറയാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛനെ അടക്കിയിരിക്കുന്ന ശവക്കല്ലറിൻ്റെ അടുത്ത് ആരോ ചെന്ന് നിൽക്കുന്ന പോലുള്ള സിഗ്നൽ നമ്മുടെ പയ്യന് കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പയ്യനെ ആലോചിക്കും, അയ്യോ ഇവിടേക്ക് ആരും പോകാൻ പാടില്ല, നമ്മുടെ അച്ഛന് ഇഷ്ടമില്ലല്ലോ അങ്ങോട്ട് ആരും പോകുന്നു എന്നുള്ള രീതിയിൽ അവൻ പെട്ടെന്ന് തടയണം എന്നൊക്കെ പറഞ്ഞിട്ട് ശവക്കല്ലറയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ശവക്കല്ലറയുടെ വാതിലിങ്ങനെ തുറന്ന് കിടപ്പുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ വിചാരിക്കുന്നത് വെച്ചാൽ വലിയ പന്നിയാവും എന്നുള്ള രീതിയിലാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, വലിയ പന്നി നിന്നെ അതിന് വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ശവക്കല്ലറയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകം കാണിക്കുന്നുണ്ട്, നിറയെ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് അവനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വലിയ പന്നിയാന്നുള്ള രീതിയിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൻ അമ്പൊക്കെ എടുത്തിട്ട് അമ്പ് വിടുന്നുണ്ട്. പെട്ടെന്ന് അമ്പ് ചെന്നെത്തുന്നത് നമ്മുടെ ലിങ്ഷ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അവളുടെ കയ്യിലായിരിക്കും തട്ടുന്നുണ്ടാവുക. പിന്നെ അത് കാണിക്കുന്ന വെച്ചാൽ ഒരു വാള് അവിടെ കുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവളെ കാണുമ്പോഴത്തേക്കും ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, നീയോ എന്നുള്ള രീതിയിൽ നമ്മുടെ ടിയാനിനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലിങ്ഷ പറയും, ഓ നിനക്ക് എന്താ വട്ടാണോ, അവിടെയും നീ എന്നെ തള്ളി താഴത്തേക്ക് ഇട്ടു, ഇവിടെയും നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാണോ എന്നുള്ള രീതിയിൽ നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ വാളെടുക്കുമ്പോഴത്തേക്കും വാളാണെങ്കിൽ ആകെ തിളങ്ങുന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവനെ ചോദിക്കുമ്പോൾ ഇതെന്താ വാളയിൽ കിടന്ന് തിളങ്ങുന്നു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, നിനക്കും ഈ വാളിലൊക്കെ വട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ ദേഷ്യപ്പെടുന്ന കേട്ടോ കാണിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ. നമ്മുടെ പെങ്കൊച്ചാണെങ്കിലും വേറെ വഴി കൂടി പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ അവളെ ഫോളോ ചെയ്തിട്ട് പറയും, അങ്ങനെയൊന്നും നിനക്ക് പോകാൻ പറ്റില്ലടാ പന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വലിയ പന്നിയാന്നുള്ള രീതിയിൽ അവളിങ്ങനെ പന്നി എന്നൊക്കെ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിക്ക്, നീ എന്തിനാ എന്നെ എപ്പോഴും പന്നി എന്ന് വിളിക്കുന്നത്, ഞാൻ എന്താണ് ഒരു പെണ്ണ് തന്നെയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പന്നിയായിട്ട് പെണ്ണിൻ്റെ രൂപത്തിലേക്ക് മാറിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, എടാ ഞാനൊരു പെണ്ണ് തന്നെയാണ്, നിനക്ക് നീ ഇതിന് മുമ്പ് പെണ്ണുങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവളതിനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാകെ ഷോക്കായി പോകും, നീ പെണ്ണ് തന്നെയാണോ എന്നുള്ള രീതിയിൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റിട്ട് പറയും, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണുങ്ങളെ പോലും തൊടാൻ പാടില്ല എന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ ചോദിക്കും, എന്താ നിൻ്റെ അച്ഛന് പെണ്ണുങ്ങളെ വെറുപ്പാണോ, എന്നാൽ നീ പോയിട്ട് ശരീരം മൊത്തം പോയി കഴുകുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അച്ഛനെ പറ്റി എനിക്ക് ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, അച്ഛനെ പറ്റിയൊന്നും പറഞ്ഞേക്കിത്, അച്ഛൻ്റെ ശവക്കല്ലറയാണ്, നീ എന്തിനും ഇങ്ങോട്ട് വന്നു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നത് കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ വലിയ പന്നി വന്നിട്ട് ഇവർ രണ്ടാളെയും കൂട്ടിക്കെട്ടുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ടിയാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കെട്ടണമെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് കെട്ടിയിട്ടൂടെ, എന്തിനാ ഇവളുടെ കൂടെ കെട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ടിയാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വലിയ പന്നി പറയും, നീ എൻ്റെ ചെറിയ പന്നീനെ കൊല്ലാൻ നോക്കിയതല്ലേ, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകും, നിങ്ങൾ അവിടെ തന്നെ കിടന്നാൽ പറഞ്ഞിട്ട് നമ്മുടെ വലിയ പന്നി അവിടെ നിന്ന് സ്കൂട്ടാവുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിയാനാണെങ്കിൽ പതുക്കെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നിന്നിട്ട് അവളിങ്ങനെ സ്മെല്ല് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും അവളോട് സ്മെല്ല് കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, ഇതെൻ്റെ അമ്മേൻ്റെ അതേ സ്മെല്ലാണല്ലോ എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് ചോദിക്കും, ഇതിന് മുന്നേ നീ പറഞ്ഞത് നിനക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചു പോയിരുന്നു, ഇപ്പോൾ നിനക്ക് അമ്മയും കൂടി ഉണ്ടോ, നീ എത്ര പെട്ടെന്ന് കള്ളത്തരം പറയണതെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പയ്യൻ പറയും, അതല്ല എനിക്ക് അമ്മ ഉണ്ടായിരുന്നു, ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചു, ആ ടൈമിൽ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മേൻ്റെ ഡ്രസ്സ് അച്ഛൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അച്ഛൻ എനിക്കത് കൈമാറി, അപ്പോൾ ആ ഡ്രസ്സിലുള്ള അതേ സ്മെല്ല് തന്നെയാണ് നിൽക്കുന്നതൊക്കെ പറയും കേട്ടോ.
അപ്പോഴത്തേക്കും എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ പെങ്കൊച്ച് പറയുമ്പോൾ ഓക്കെ സമ്മതിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് പറയും നീ എങ്ങനെയെങ്കിലും ഈ കയറൊക്കെ ഒന്ന് ഊരെടുക്കാൻ നോക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ചെക്കൻ പറയും നീ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും എൻ്റെ ലൈറ്റിംഗ് ലാമ്പ് ഉണ്ട്, നമുക്കത് ഉപയോഗിച്ച് കയർ ഉരുക്കിയിട്ട് അങ്ങനെ രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ലാമ്പ് എടുത്തിട്ട് ആ കയറിനെ കത്തിച്ചിട്ട് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും നീ കുഴപ്പമില്ലാത്ത ആളാണെന്നൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. വലിയൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും അയ്യോ വലിയ പന്നിക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു, നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരു പവറുള്ള ഒരാൾ അവരുടെ മുന്നിലേക്ക്, ഒരു ആത്മാവ് അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. ആത്മാവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എൻ്റെ സ്ഥലത്തേക്ക് വന്നു, എന്നോട് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് വലിയ പന്നീനെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തളച്ചിട്ടേക്കണ പോലെ ഇട്ടേക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോഴത്തേക്കും ലിങ്ഷ പറയും എടാ ഇത് വലിയൊരു പവറുള്ളൊരു സാധനമാണ്, നമ്മളെ കൂടെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും ഇത് എൻ്റെ അച്ഛൻ്റെ മലയാണ്, ഇവിടെ മനുഷ്യനായാലും മൃഗമായാലും ആർക്കും ഒരു ആപത്തും വരാൻ പാടില്ല, ഞാൻ അതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടിയാൻ ആ ഒരു ആത്മാവായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സീനാട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പെങ്കൊച്ച് പറയും ഇതിൻ്റെ ഓണർ തന്നെയാന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുത്തുകൊണ്ട് പറയും നീ അത് മന്ത്രം ചൊല്ല്, നീ എന്നെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനും കൂടിയിട്ട് ആ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ ആത്മാവിൻ്റെ ആ ഒരു പവർ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ പെങ്കൊച്ച് ചോദിക്കും നിനക്ക് ഇതൊക്കെ അറിയാമായിരുന്നോ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും എനിക്കിത് അറിയത്തില്ല, പക്ഷെ പണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞെന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതിപ്പോൾ വർക്കൗട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് നിനക്ക് കുറച്ച് ബുദ്ധി എന്നുള്ള രീതിയിലൊക്കെ അവരിനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പിന്നെയും ആ ഒരു ആത്മാവ് പവർ ഇങ്ങനെ വിടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും ഇത് നമ്മളെ കൊണ്ട് കഴിയില്ല, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുമില്ല ഞാനിതിനെ നേരിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കനിന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ടൈമിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ടിയാൻ്റെ വാള് വന്നിട്ട് എന്താണ് അവൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അയാൾ വിടുന്ന ആ ഒരു പവറൊക്കെ തട്ടിക്കളയുന്നതായിട്ടോ കാണിക്കുന്നത്. നമ്മുടെ ചെക്കനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, വാള് തന്നെ ആ ഒരു പവറിനെയൊക്കെ ഇല്ലാതാക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ആ ആത്മാവിന് ആ ഒരു വാളിൻ്റെ പവർ മനസ്സിലാവുമ്പോഴത്തേക്കും ആത്മാവ് അവരുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും എനിക്ക് മനസ്സിലായി ഈ വാളിൻ്റെ പവർ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ മാസ്റ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനും അതുപോലെ ലിങ്ഷായും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നത് നീയാണോ മാസ്റ്റർ എന്ന്. അപ്പോൾ ഈ ഒരു വാളെന്ന് പറയുന്നത് കാണാണ്ടായിപ്പോയ വാങ്ഷു ആ ഒരു വാളാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ആത്മാവ് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ ഒരു മറുപടി കത്ത് പോലെ ഒരു ഡോറിൻ്റെ അവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പോയിട്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു മന്ത്രം എഴുതി ആ ഒരു കത്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ടിയാൻ്റെ കയ്യിലിരിക്കുന്ന ആ വാളിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെയുള്ളൊരു ഡോറ് ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട് നമുക്കെന്നാൽ ഉള്ളിൽ പോയി നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് അവൾ ഉള്ളിലേക്ക് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനിങ്ങനെ ആലോചിക്കുന്നത് അയ്യോ ഇത് അച്ഛൻ്റെ കല്ലറയാണല്ലോ, ഇവിടത്തേക്ക് ആരും പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഇതിനെ പുറകെ ഓടുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ അകത്തേക്ക് വിട്ട് ഇങ്ങനെ കല്ലറേൻ്റെ അവിടേക്ക് നോക്കി നിൽക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെ കല്ലറേൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇങ്ങനെ വണങ്ങി നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ അമ്മേനെ അച്ഛനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ലിങ്ഷയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സങ്കടമായിട്ട് അവളിങ്ങനെ നോക്കാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ പയ്യൻ പറയുന്നുണ്ട് നോക്കിക്കോ അതാണ് എൻ്റെ അച്ഛനമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കാനൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അമ്മേനെ അച്ഛനെ കണ്ടിട്ട് പറയും എന്ത് ഭംഗി അമ്മേനെ കാണാനൊക്കെ എന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയുമ്പോൾ നമ്മളും ഇതുപോലെ മരിക്കേണ്ടവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ലിങ്ഷയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്ലറേൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു പവർ കിട്ടിയല്ലോ തോന്നിട്ടോ. അപ്പോൾ അതെന്താണെന്ന് വിചാരിച്ചിട്ട് അവളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ്റെ ആദ്യത്തെ കയ്യിലുണ്ടായിരുന്ന ആ വാളിൻ്റെ തിളക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ തുരുമ്പൊക്കെ വീണ്ടും പൊങ്ങി പോയിട്ട് അതിനകത്ത് തിളക്കം വരുന്നതാണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാളിൽ ഇങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് ഇത് ജ്വലിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും ഞാൻ തൊട്ട് നോക്കട്ടെ എന്നുള്ളത് നമ്മുടെ പെങ്കൊച്ച് ആ ഒരു വാളിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കനും പെണ്ണും കൂടി ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിലേക്ക് ഒരുപാട് പവർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഇതിങ്ങനെ ഐസ് പോലെ ഭയങ്കര പവറായിട്ട് വരുന്നത്, അപ്പോൾ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും ആ പവർ ഇങ്ങനെ മേളിലേക്ക് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മല തുരന്ന് ആ പവർ പുറത്തേക്ക് പോകുന്നുണ്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സിംഹത്തിൻ്റെ രൂപമുള്ള ഒരാളെയും കാണിക്കുന്നുണ്ട്, ഒരു പെണ്ണേയും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സിംഹത്തിൻ്റെ രൂപമുള്ള ആളിനെ പറയുന്നത് ഫെങ്സി എന്നാണ് ആളുടെ പേര്. അതേപോലെ ഒരു പെണ്ണെ കാണിക്കുന്നുണ്ട്, ആ പെണ്ണാണെങ്കിൽ പാമ്പിൻ്റെ പോലത്തെ ശരീരമുള്ളൊരു പെണ്ണായിരിക്കും കേട്ടോ. അപ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട് ഇതിന് നമ്മുടെ വാങ്ഷു തിരികെ വന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അവരാണ് പറയുന്നുണ്ട്. ഇതുപോലെ പണ്ട് സംഭവിച്ച കാര്യങ്ങളൊന്നും ഇനിയും സംഭവിക്കരുതെന്നൊക്കെ അവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അതായത് ഒരു പവർ വരുന്നത് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ആ പെണ്ണിൻ്റെ പേരാണ് സൂയ. നമ്മുടെ സൂയു അല്ല, ഇത് വേറൊരു ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ അവൾ ആണെന്നുണ്ടെങ്കിൽ നേരെ പറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവിടെ ഒരു വാൾ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഷീഹ എന്ന് പറഞ്ഞ ഷുവാങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷീഹ എന്ന് പറഞ്ഞ വാളായിരിക്കും കേട്ടോ. അപ്പോൾ ആ വാളിങ്ങനെ വിറക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ പെങ്കൊച്ച് പറയും, ഇതിങ്ങനെ വിറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് വാങ്ഷു എന്ന് പറഞ്ഞ വാൾ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം, അതുകൊണ്ടാണ് ഇതിങ്ങനെ റിയാക്ട് ചെയ്യണേന്ന് നമ്മുടെ പെങ്കൊച്ചിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനും അതുപോലെ ലിൻഷയും കൂടി ആ വാളിങ്ങനെ പിടിച്ച് നിൽക്കാതിരിക്കുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, അയ്യോ എൻ്റെ അച്ഛൻ്റെ കലവറയൊക്കെ ഓട്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെങ്കൊച്ചറിയും ഓട്ട് മാത്രമല്ല ഇത് മൊത്തത്തിൽ ഇടിഞ്ഞ് പോവുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് കൈ ഇങ്ങനെ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ കൈ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ പവറൊക്കെ പോയിട്ട് അവൾ താഴെ വീഴുന്നുണ്ട്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ആ ശീശയും വാളിൻ്റെയും പവർ പോയിട്ട് അതിങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ സുയാവ് ഒരു ഐസിൻ്റെ ഉള്ളിൽ ഒരാളിനെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഷുവാൻ. അപ്പോൾ ഷുവാൻ നമ്മുടെ എന്താണ് സുയാവ് ഇങ്ങനെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും സൂയു നീ വന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുയാവ് ഇങ്ങനെ പറയും, ഞാൻ സൂയു അല്ല സുയാവാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ചെക്കൻ പറയും, നിനക്ക് ഇങ്ങനെ ഒരു അർഹത ഇല്ല, എൻ്റെ അടുത്തേക്ക് വരാനുള്ള അർഹത ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അതിനായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടിയാനും അതുപോലെ ലിൻഷയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ടിയാൻ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ കളർ ഇങ്ങനെ ആയിപ്പോയതിൽ ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ലിൻഷ് പറയും, അയ്യോ നമ്മുടെ മേത്തേക്ക് അത് വീണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, നീ അതിനൊക്കെ കാരണക്കാരെ എന്നോട് ഞാൻ പറഞ്ഞില്ല അകത്തേക്ക് പോകാൻ പാടില്ല അത് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ് പറയും, അയ്യോ എനിക്കറിയത്തില്ല, ഞാൻ ആ വാള് വെറുതെ പിടിച്ചപ്പോഴത്തേക്ക് ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അവൾ പറയും, എന്നാൽ നീ ഇവിടെ നിന്നിട്ട് അച്ഛനോട് സങ്കടം പറ, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, നീ ആ കല്ലറേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മാന്ത്രികക്കല്ല് എടുത്തത് ഞാൻ കണ്ടിരുന്നു, അതെനിക്ക് തിരിച്ചു തരാനെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ അയ്യോ പെട്ടെന്നുള്ള രീതിയിൽ ആ കല്ലെടുത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ച് പറയും, അത് നിൻ്റെ അമ്മേനെ പറ്റി ആലോചിച്ചപ്പോൾ ഞാൻ ഇതെടുത്ത കാര്യം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ചെക്കന് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ പറയും, നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, ഇനി ഞാൻ നിനക്ക് എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത് എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ പറയും, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മീൻ പിടിച്ചുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. അപ്പോഴത്തേക്ക് അവൾ പറയും, എനിക്ക് മീൻ വേണ്ട, എനിക്ക് വാള് മതി എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും, എന്താണ് വാളില്ലാണ്ട് മീൻ പിടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ വാളും കൊണ്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചും അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഒരു വെള്ളം മുടിയൊക്കെ ആയിട്ട് ഒരാളെ കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ അസിസ്റ്റൻറ്റിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ആ വാങ്ഷു എന്ന് പറഞ്ഞ വാൾ ഇവിടെ എവിടെയോ ഉണ്ട്, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് വെറും ഒരു വാളല്ല, അതിന് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള വാളാണ്, അപ്പോൾ അതെനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ, അപ്പോൾ നീ എങ്ങനെയെങ്കിലും അതെൻ്റെ അടുത്തേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അയാൾ ആ വാൾ അന്വേഷിച്ച് പോകേണ്ടി നിൽക്കുന്നതിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്. ടാറ്റാ.